വിഷുവിൻ്റെ വിഷുക്കട്ടിൻ്റെ നമ്മൾ വിറകടുപ്പിലാണ് ഉരുളിയടുപ്പത്ത് വയ്ക്കുന്നത്. വളരെ സിമ്പിളാണ്. ഉണക്കലരി എടുക്കുക, അത് 1.5 കപ്പാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ആ അരി കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഒരു വലിയ നാളികേരം പാൽ എടുക്കണം. അത് 1, 2, 3 പാലൊക്കെ കൂടി ചേർത്തിട്ട് 1.5 കപ്പിന് 6 കപ്പ് വെള്ളമാണ് നമുക്ക് ഉരുളിയിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ. തിളച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു വലിയ നാളികേരത്തിൻ്റെ ചെരിയത് അങ്ങോട്ട് അരിക്കിടണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ അരിയും അതിരിക്കിടണം കേട്ടോ. ഈ രണ്ടും കൂടി അതിൽ കിടന്ന് വേവണം. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ശർക്കര നീരാണത് നമ്മൾ കൂട്ടി കഴിക്കാൻ ഉപയോഗിക്കേണ്ടത്. അത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കര നമുക്ക് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടത് ഇളക്കി ഇങ്ങനെ ഏകദേശം കട്ടിയാവും. ഇത് വേവിനോട് കൂടിയിട്ട് കറക്റ്റ് അതിലത്തെ വെള്ളം പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ജീരകം ഇങ്ങനെ കയ്യിൽ തിരുമ്മിയിട്ടാണ് ഇടുക. ജീരകം വിഷുക്കട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് നന്നായി ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് കറക്റ്റ് പാകത്തിനായിട്ട് ചേർക്കുക. അതും ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ഇപ്പോൾ ഏകദേശം കട്ടിയായി. അതാണ്ട് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഏകദേശം ഉരുകിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇത് പരത്തേണ്ടത് വാഴയിലാണ്. വാഴയില പരത്തുമ്പോഴാണ് ഇതിൻ്റെ ഈ വിഷുക്കട്ടയ്ക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുക. കണ്ട അതിങ്ങനെ പാകമായി നമുക്കിത് ഇറക്കിയിട്ട് നമുക്ക് ഇത് വാഴയിലാണ്ട് പരത്താം. വാഴയിലെല്ലാം അങ്ങോട്ട് കോരിയിട്ടിട്ട് പിന്നെ നമുക്ക് ഒരു ചട്ട അതിനെടുത്തിട്ട് ഇങ്ങനെയുള്ളത് പരത്തിയാൽ മതി ശരിക്കും. അതൊക്കെ നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ആക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അതാണ് ചൂടാറുമ്പോൾ നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഇനി നമുക്ക് ശർക്കര നീരിലേക്ക് ചുക്കും നല്ല ജീരകം പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർക്കണം. അപ്പോൾ അത് കൂടി ചേർത്ത് വിഷുക്കട്ട കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അതാണ് അതിലേക്ക് കലക്കി ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷുക്കട്ട നമുക്ക് കണ്ട് മുറിച്ച് കഷ്ണങ്ങളാക്കണം. ഇങ്ങനെയാണ് അതിൻ്റെ രീതി കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നാളികേരം കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇത് ശർക്കര നീര് കൂട്ടി കഴിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷുക്കട്ടി ഉണ്ടാക്കി നോക്കാം കേട്ടോ.